ഇത് നമ്മുടെ നെക്രാജ ഗ്രാമയുടെ പള്ളത്തിലിരിക്കുന്ന കുട്ടപ്പേട്ടതാണ്. ഇദ്ദേഹം കഴിഞ്ഞ 8 വർഷമായി തളർന്നു നിൽക്കുകയാണ്. സിമെൻറ്റ് ചാക്ക് കൊണ്ടുപോകുമ്പോഴാണ് ഇദ്ദേഹം കാല് വേദനയായിട്ട് അയാൾ തളർന്നു കിടക്കുകയാണ്. ഇദ്ദേഹത്തിൻ്റെ കുടുംബം ഇപ്പോഴും ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു അനാരോഗ്യ കാരണം ഔഷധി എടുക്കാൻ കഴിയാത്ത ഒരു സ്ഥിതിയിലാണുള്ളത്. ഇദ്ദേഹത്തിന് ഒരു ഭാര്യയും 2 കുട്ടികളുള്ള ചെറിയ ഒരു കുടുംബമാണ്. ഇദ്ദേഹത്തിൻ്റെ ചെലവിന് വേണ്ടിയിട്ട് ഇദ്ദേഹത്തിൻ്റെ കുടുംബം വളരെ വിഷമിക്കുന്നുണ്ട്. സാധ്യമുള്ളവരെല്ലാവരും ഇദ്ദേഹത്തിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. കുട്ടപ്പേട്ട, എന്താണ് സംഭവിച്ചത്? ഞാൻ ജോലിക്ക് പോകുന്ന സമയത്ത് രാവിലെ പണിക്ക് പോകുമ്പോൾ സിമെൻറ്റ് ചാക്ക് എടുത്തുകൊണ്ട് പോയത്. അങ്ങനെ സിമെൻറ്റ് ചാക്ക് ചാറിയിട്ട് എൻ്റെ മടിയിൽ സിമെൻറ്റ് ചാക്ക് വീണു. ഇവിടുത്തെ എല്ല് പൊട്ടിപ്പോയിട്ട് ഇപ്പോൾ 9 വർഷമായി ചികിത്സ തുടങ്ങിയിട്ട്. ഇപ്പോൾ 1.5 വർഷമായിട്ട് ചികിത്സ എല്ലാം മുടങ്ങിയിട്ടുണ്ട്. ചികിത്സ എല്ലാം മുടങ്ങിയെന്ന് പറഞ്ഞാൽ പൈസയൊന്നുമില്ല, ആരും സഹായിക്കാൻ ആരുമില്ല. അങ്ങനെ എൻ്റെ ഇളയത് മൂത്തമായിട്ട് ആരുമില്ല. അച്ഛനമ്മയെല്ലാം മരണപ്പെട്ടു പോയി. പിന്നെ ഭാര്യയും 2 പിള്ളേരും ആണ് വീട്ടിലുള്ളത്. ഭാര്യ തൊഴിലുറപ്പ് പണിക്ക് പോയിട്ടാണ് ഞങ്ങളുടെ കുടുംബ തൊഴിലുറപ്പിന് പോയിട്ടാണ് ഇദ്ദേഹത്തിൻ്റെ കുട്ടികളുടെയും ആ ചെലവ് ഭരിക്കുന്നത്. അപ്പോൾ സാധ്യമുള്ളവർ, വലിയ മനസ്സുള്ളവർ ഇദ്ദേഹത്തിന് വേണ്ടി സഹായിക്കണം. നമ്മുടെ ഈ വീഡിയോയിൽ ബാങ്കിൻ്റെ എല്ലാ ഡീറ്റെയിൽസുകളുണ്ട്. അതിന് എല്ലാവരും സഹായിക്കണമെന്ന് ഈ സന്ദർഭത്തിൽ എല്ലാവരോടും അപേക്ഷിക്കുന്നു. ഞാനിങ്ങനെ 10 വർഷമായി സുഖമില്ലാതെ കടത്തത്തിലായിട്ട്. മരുന്ന് മേടിക്കാനൊന്നും ഒരു നിവൃത്തിയില്ല. എന്നെ എൻ്റെ കുടുംബത്തിനെയും കഴിയുന്ന വിധത്തിൽ എല്ലാവരും സഹായിക്കണം. ഇപ്പോൾ 1.5 വർഷമായി ചികിത്സയൊന്നും ഇല്ലാതിരിക്കുകയാണ്. അതിനെ കൊണ്ടാണ് ഇങ്ങനെ ഒരു ഇതിലേക്ക് വന്നത്. എല്ലാവരും മനസ്സറിഞ്ഞ് എന്നെ സഹായിക്കണമെന്ന് വിനീതമായി അപേക്ഷിച്ചുള്ളൂ.